ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു തിരഞ്ഞെടുപ്പിൽ എത്ര മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ കഴിയും? ഇനി മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ ജയിച്ചാൽ എന്ത് സംഭവിക്കും? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വയനാട്ടിൽ നിന്നും ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. ഒഡീഷയിൽ നവീൻ പട്നായിക് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരേ സമയം 2 മണ്ഡലങ്ങളിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വോട്ടുകളുടെ എണ്ണം 1 ആണ്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് ഒരേ സമയം 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുവാൻ സാധിക്കുക? 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര മണ്ഡലങ്ങളിൽ നിന്ന് വേണമെങ്കിലും മത്സരിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ 1996 ഭേദഗതി പ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 2 ചുരുക്കി. മത്സരിക്കുന്ന 2 സീറ്റിലും വിജയിച്ചാൽ 14 ദിവസത്തിനുള്ളിൽ ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. അതായത് 2 ജയിച്ചാലും ഒരു മണ്ഡലം മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. ഇത്തരത്തിൽ സ്ഥാനാർത്ഥി ഉപേക്ഷിക്കുന്ന സീറ്റിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്തണം. എതിരാളികളുടെ വോട്ട് ഭിന്നിപ്പിക്കുക, രാജ്യത്തുടനീളം തങ്ങളുടെ പാർട്ടിയുടെ ശക്തി തെളിയിക്കുക, സ്ഥാനാർത്ഥിക്ക് തന്റെ വിജയത്തിൽ ആത്മവിശ്വാസം ഇല്ലാതാകുക തുടങ്ങിയ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. എന്നാൽ ഒരു സ്ഥാനാർത്ഥി ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന പ്രക്രിയ സർക്കാരിന്റെ വിഭവവും പണവും പാഴാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ 2 സീറ്റിൽ മത്സരിക്കാൻ അനുവദിക്കുന്ന നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് 2004 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രധാനമന്ത്രിയോട് ശുപാർശ ചെയ്തിരുന്നു. കൂടാതെ 2 മണ്ഡലങ്ങളിലും വിജയിച്ചാൽ ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള സാമ്പത്തിക ബാധ്യത സ്ഥാനാർത്ഥി വഹിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് 5 ലക്ഷവും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് 10 ലക്ഷവുമാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി വഹിക്കേണ്ട തുകയായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചത്. ഒരു വ്യക്തി ഒരു വോട്ട് എന്നാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ തത്വം. അത് ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലം എന്നുകൂടി മാറ്റണമെന്ന ആവശ്യം സമൂഹത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. ഒരേ സമയം 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിന് സ്ഥാനാർത്ഥിയെ അനുവദിക്കുന്നത് വിലക്കണമെന്ന ഹർജി 2023 സുപ്രീം കോടതി തള്ളിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള സ്ഥാനാർത്ഥിയുടെ അവകാശം വെട്ടിക്കുറയ്ക്കുവാൻ നിയമത്തിന് കഴിയില്ലെന്ന് കോടതിയിൽ സർക്കാർ വാദിച്ചു. ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലം എന്ന നിയന്ത്രണത്തിന് നിയമ ഭേദഗതി ആവശ്യമാണെന്നും സർക്കാർ സുപ്രീം കോടതിയെ അന്ന് അറിയിച്ചിരുന്നു. ഒന്നിലധികം മണ്ഡലങ്ങളിൽ ഒരേ സമയം നിന്ന പ്രമുഖരായ നേതാക്കളുമുണ്ട്. 1957 മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉത്തർപ്രദേശിലെ മധുര, ലക്നൌ, ബൽറാംപൂർ എന്നിങ്ങനെ 3 സീറ്റുകളിൽ നിന്ന് മത്സരിച്ചിരുന്നു. അതിൽ ബൽറാംപൂരിൽ നിന്ന് വിജയിച്ചു. 1962 91 2 മണ്ഡലങ്ങളിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചിരുന്നു. നവീൻ പട്നായിക്കിന്റെ പിതാവ് ബിജു പട്നായിക് 1971 ഒഡീഷയിലെ 4 നിയമസഭാ സീറ്റുകളിലും 1 ലോക്സഭാ സീറ്റിലും മത്സരിച്ചു. ഇന്ദിരാഗാന്ധി 1980 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നും തെലങ്കാനയിലെ മേദക്കിൽ നിന്നും മത്സരിക്കുകയും 2 മണ്ഡലങ്ങളിൽ നിന്നും വിജയിക്കുകയും ചെയ്തു. ഇന്ദിരാഗാന്ധി മേദക്ക് നിലനിർത്തുകയും റായ്ബറേലിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ അരുൺ നെഹ്റു വിജയിക്കുകയും ചെയ്തു. 91 ബഹുജൻ സമാജ് പാർട്ടിയുടെ മായാവതി ബിജ്നോർ, ബുലന്ദുഷഹർ, ഹരിദ്വാർ എന്നീ 3 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച് 3ലും പരാജയപ്പെട്ടു. 99 മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി യുപിയിലെ അമേഠിയിൽ നിന്നും കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും മത്സരിച്ചു. തുടർന്ന് അവർ അമേഠി തിരഞ്ഞെടുത്തു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചു. 2 സീറ്റുകളിലും വിജയിച്ചുവെങ്കിലും വാരണാസി നിലനിർത്തി. 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിച്ചുവെങ്കിലും യുപിയിലെ അമേഠിയിൽ പരാജയപ്പെട്ടിരുന്നു. ഇക്കുറി 2 മണ്ഡലങ്ങളിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി 2ലും വിജയിക്കുമോ? വിജയിച്ചാൽ ഏത് മണ്ഡലം തിരഞ്ഞെടുക്കുമെന്നൊക്കെ വിധി വരും വരെ കാത്തിരിക്കാം.